Success doesn't just find you. You have to go out and get it. ഞാൻ ബീന. ഞാൻ ഇന്ന് ഇക്കിഗയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇക്കിഗയെ കുറിച്ച് ഒരു കഥ ഞാൻ പറയാം. ജപ്പാനിലെ ഒരു ഐലൻഡിൽ ഒരു സ്ത്രീ കോമ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആ സ്ത്രീ സ്വർഗത്തിലെത്തുകയും അവിടെ അവരുടെ പൂർവികരുടെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. പൂർവികർ അവരോട് ചോദിക്കുകയാണ്, നീ ആരാണ്? അവർ ആദ്യം പറഞ്ഞു, ഞാൻ മേയറുടെ ഭാര്യയാണ്. പൂർവികർ പറഞ്ഞു, മേയറുടെ ഭാര്യ എന്നല്ല, ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. നീ ആരുടെ ഭാര്യ എന്നല്ല ഞങ്ങൾക്കറിയേണ്ടത്. അവർ വീണ്ടും ചിന്തിച്ചു. അവർ പറഞ്ഞു, ഞാൻ 4 മക്കളുടെ അമ്മയാണ്. നിനക്ക് എത്ര മക്കൾ ഉണ്ടെന്നല്ല ചോദിച്ചത്, അല്ലെങ്കിൽ നിന്റെ മക്കൾ ആരാണ് അതൊന്നുമല്ല ചോദിച്ചത്, നീ ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. വീണ്ടും ഇവർ ആലോചിച്ചിട്ട് വീണ്ടും പറഞ്ഞു, ഞാൻ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ പറഞ്ഞു, നീ ആരാണെന്നോ, നീ ആരാണെന്നാണ് ചോദിച്ചത്, നീ അല്ലാതെ നിന്റെ ജോലി എന്താണ് എന്നല്ല ചോദിച്ചത് എന്ന് വീണ്ടും ആ പൂർവിക ശബ്ദം പറഞ്ഞു. ഇവർ പലവട്ടം ആലോചിച്ചു. അവസാനം ഇവർ ഒരു ഉത്തരം പറഞ്ഞു, ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്. ഞാൻ എൻ്റെ മക്കളുടെ കാര്യം നോക്കി അവരെ നന്മയിലേക്ക് നയിക്കുന്ന, രാവിലെ ഉണർന്ന കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീയാണ് എന്നവർ പറയുകയുണ്ടായി. ആ ഉത്തരം ആ പൂർവിക ശബ്ദം അംഗീകരിക്കുകയും അതോടുകൂടി ഇവർ ആ കോമയിൽ നിന്നും പുറത്തു വരികയും ഇവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശുകയും ചെയ്യുകയുണ്ടായി. ഇവർ അതോടുകൂടി ഇവർക്കൊരു പർപ്പസ്ഫുൾ ആകാൻ തുടങ്ങി ഇവരുടെ ജീവിതം. ആദ്യം തന്നെ ഇവർ കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാനും ഇവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാനും അങ്ങനെ വളരെ ഹാപ്പിയായി ജീവിക്കാനും തുടങ്ങി. ആ സ്ത്രീ ജീവിച്ചിരുന്ന ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഇക്കിഗയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും സ്വന്തം ഇക്കിഗൈ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കാനും തുടങ്ങി. ഇത് ജപ്പാനിലെ ഒക്കിനാവ എന്ന ഗ്രാമം, ഒക്കിനാവ ദ ലാൻഡ് ഓഫ് ഇമ്മോർട്ടൽസ്, അവിടെ ജീവിക്കുന്ന ഇവരുടെ കഥയാണ് പറഞ്ഞത്. ഇവരെല്ലാം തന്നെ സ്വന്തം ഇക്കിഗൈ കണ്ടെത്തുന്നുണ്ട്. ഈ സ്വന്തം ഇക്കിഗൈ കണ്ടെത്തുന്നത് കാരണം ലോകത്തിലുള്ള ഏതൊരു ഗ്രാമത്തെക്കാളും ഏതൊരു വ്യക്തിയെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും ആയുസ്സോടെയും സംതൃപ്തിയോടെയും ദീർഘായുസ്സോടെയും ജീവിക്കുന്ന ആൾക്കാരാണ് ഒക്കിനാവയിലുള്ളത്, ദ ലാൻഡ് ഓഫ് ഇമ്മോർട്ടൽസ്. ആ സ്വപ്നത്തിൽ ആ സ്ത്രീ കണ്ടത് അവരുടെ ഇക്കിഗയെയാണ്. കാരണം അവരുടെ ജീവിതം പിന്നീട് മെച്ചപ്പെടുവാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയാം, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണോ എന്നില്ല, പക്ഷേ അവർ കണ്ടെത്തിയ ഫാക്റ്റുകൾ യാഥാർത്ഥ്യമാണ്. എന്താണ് ഇക്കിഗൈ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഇക്കിഗൈയെ പറ്റി കുറച്ചാളുകൾക്ക് വിശദമായി അറിയില്ലായിരിക്കും. വിശദമായി ഇക്കിഗൈയെ പറ്റി പറയുന്ന ഒരു ബുക്കാണ് ഇക്കിഗൈ വിത്ത് എ ടാഗ്, ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ഈ ബുക്ക് ഇതിൽ വിശദമായി ഇക്കിഗൈയെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇത്. അതുപോലെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളവയാണ്. അതിനെല്ലാം ഒരു ഉത്തരമാണ് ഇക്കിഗൈ. ഇക്കിഗൈ എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദീർഘായുസ്സോടെയും ജീവിക്കാനുള്ള ഒരു ജാപ്പനീസ് സീക്രട്ട് ആണ്. നമ്മൾ ഇക്കിഗൈ കണ്ടെത്തുക എന്ന ജീവിത വിജയത്തിലേക്കുള്ള താക്കോൽ കണ്ടെത്തുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇക്കിഗൈ കണ്ടെത്തുന്നതിന് നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ ഇരുന്നാൽ നമ്മളെപ്പോഴും ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും അതേസമയം നമ്മളൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടാവും, നമ്മളത് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം വളരെ ഊർജ്ജസ്വലമാവുകയും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ഒരു പോസിറ്റീവായി മാറുകയും ചെയ്യും. നമുക്കൊരു ജോലി കാര്യം പറയാം. ഓരോന്നിനും ഇക്കിഗയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ജോലിയെ സംബന്ധിച്ചാണ്. നമ്മുടെ ജോലി ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഇക്കിഗൈ കണ്ടുപിടിക്കുന്ന ജോലിയുടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ആ ബുക്കിൽ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി കണ്ടുപിടിക്കുകയാണ് നമ്മൾ. അത് എങ്ങനെയാണ്? ആദ്യമായിട്ട് വാട്ട് യു ലവ്, അതാണ് ചോദ്യം. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി? അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പിന്നെ ഗാർഡനിങ് ആകാം,
ഡാൻസ് ആകാം, പാട്ടാകാം, എന്തുമാകാം ആ ജോലി. അതിൽ നിന്ന് നമ്മളെ അട്രാക്റ്റ് ചെയ്ത് നമ്മളെ നിർത്തുന്നത്, നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ആ ഒരു ജോലി അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ ജോലിക്ക് വേണ്ടി നമ്മൾ എത്ര സമയം വേണേലും ചെലവഴിക്കും. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു ലവ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു ആർ ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിലാണ് സ്കിൽഡ് ആയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടാമത്, വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലായിരിക്കും സ്കിൽഡ് ആയിട്ടുള്ളത്. അപ്പൊ ചിലതിന് സ്കിൽഡ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളതാണ്, അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അത്. ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ പാട്ടിൽ നമ്മൾ സ്കിൽഡ് ആണ്, നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ നമ്മൾ എന്തിലാണ് സ്കിൽഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ളതും. മൂന്നാമത്തേത്, നമുക്ക് വരുമാനം ഉണ്ടോയെന്നറിയണ്ടേ. വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്താൽ എനിക്ക് പണം കിട്ടില്ല. അതിന് ഞാൻ പുറത്തു പോയി വീട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതെപ്പോഴും പറ്റി എന്ന് വരികയില്ല. അപ്പോൾ അതിനെയും കൂടെ ചേർത്ത് നോക്കണം. ഒന്നാമത് എനിക്കിഷ്ടപ്പെട്ടത്, സ്കിൽഡ് ആയിട്ടുള്ളത്, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ലോകം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ അതാണ് ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയായാൽ നമുക്ക് അതൊരു ഫേവറേറ്റ് ജോലിയായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം വേണേലും അതിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകും. അതുമാത്രവുമല്ല, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. വളരെയധികം അതിനെ തന്നെ ശ്രദ്ധിച്ച് ആത്മാർത്ഥതയോടെ ചെയ്യാനും നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്താനും പറ്റും. അതുകൊണ്ടാണ് ഇക്കിഗൈ കണ്ടെത്തണം എന്ന് പറയുന്നത്. ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം ജോലി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നതായിട്ട് കാണാം. അതിനായിട്ടാണ് നമ്മൾ ജോലിയുടെ ഇക്കിഗൈ കണ്ടെത്താനായിട്ട് ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. ജപ്പാൻകാർ എങ്ങനെയാണ് ഇത്രയും ആക്റ്റീവായിട്ടും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നത്, അവർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി ഇത്രയും കൂടുതൽ എങ്ങനെയാണ് വന്നതിനെ പറ്റി ഇക്കിഗൈയിൽ ഒരു 10 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെയാണ് സ്റ്റേ ആക്റ്റീവ് ആൻഡ് നെവർ റിട്ടയർ. ജപ്പാൻകാരുടെ നിഘണ്ടുവിൽ പോലുമില്ല ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ജോലികൾ അവർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് റിട്ടയർമെന്റ് വരുന്നില്ല. നമുക്ക് 80-90 വയസ്സായാലും അവിടെ ആൾക്കാർ ഓരോ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയും വെള്ളം ഒഴിക്കുകയും എല്ലാം ചെയ്ത് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ പല രാജ്യങ്ങളിലും ഇന്ന് ഏർലി റിട്ടയർമെന്റ് ആണ്. ഈ ഏർലി റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത്, ഇത്രയും നാൾ ജോലി ചെയ്തു, ഇനിയൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആദ്യമൊക്കെ നല്ല രസമായിരിക്കും റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് അതിനുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നതായിട്ടും ഒക്കെ കാണുന്നത്. ഇത് മാറാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മോർണിംഗ് വാക്ക് നടക്കാൻ എങ്ങനെ പോവുക, പിന്നെ എലിവേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്സ് കയറി പോവുക, നല്ല ആഹാരം കഴിക്കുക, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, ഇതെല്ലാം പറയുന്നുണ്ട്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സുമായിട്ട്, നമ്മളെ മനസ്സിലാക്കുന്നത്, ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഉള്ളവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എന്നിവരെയൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാകണം. അവരുമായിട്ടുള്ള ഒരു ലൈഫാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതും ആയിരിക്കും. ലീവ് ദ അർജൻസി ബിഹൈൻഡ് ആൻഡ് അഡാപ്റ്റ് ദ സ്ലോവസ്റ്റ് പേസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതം എടുക്കാതെ ഒരു സ്ലോ ഡൗൺ ചെയ്യുക കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അടുത്ത ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം, ഹാരഹ ചിബു.
ഹരഹാച്ചിബു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡാണ്. ഈ ഹരഹാച്ചിബു എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 80% മാത്രം ആഹാരം കഴിക്കുക, വയറ് ഫുള്ളാകുന്നത് വരെ കഴിക്കാതെ 80% കഴിക്കുക. കാരണം ആ ബുക്കിൽ പറയുന്നുണ്ട്, ഇക്കിഗൈ എന്ന ബുക്കിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക, പിന്നെ ഗ്രീൻ ടീ കഴിക്കുന്നതിൻ്റെ ആവശ്യകതയും ഈ ഇക്കിഗൈ എന്ന ബുക്കിൽ പറയുന്നുണ്ട്. സ്മൈൽ മോർ ആൻഡ് അക്നോളജ് പീപ്പിൾ അറൗണ്ട് യു. ഈ സ്മൈൽ മോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുക, നമുക്ക് ചുറ്റുമുള്ളവരും ചിരിക്കുന്നവരാകുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ സന്തോഷത്തോടെ ഇരിക്കും. അതിനകത്ത് അക്നോളജ് പീപ്പിൾ അറൗണ്ട് യു എന്ന് പറയുന്നത് UIE എന്നൊരു കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് സഹായം ചെയ്യുന്നു, അവർ എനിക്ക് സഹായം ചെയ്യുന്നു. ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ UIE എന്ന് പറയുന്നത്. ഗെറ്റ് ഇൻ ഷേപ്പ് വിത്ത് ഡെയിലി ജെൻറ്റിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗ, പിന്നെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള മോർണിംഗ് വാക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആക്കുക. അവിടെയുള്ളവർ 80-90 വയസ്സായി കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഓരോ എക്സസൈസ് ചെയ്യുന്നു, അവർ കൃഷിയിടങ്ങളിൽ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഇക്കിഗൈ എന്ന പുസ്തകത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവരെല്ലാവരും ഇത്രയും ആക്റ്റീവായിട്ടും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നത്. അടുത്തത് റീകണക്ട് വിത്ത് നേച്ചർ. പ്രകൃതിയെ അടുത്തെറിഞ്ഞ് അവർ കൃഷിയിടങ്ങളിൽ ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിയാണ് ജീവിക്കുന്നത്. ഇവർ ഈ ഒക്കിനാവയിലെ ആൾക്കാർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ്. നമ്മളും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ഫ്ലാറ്റ് സമ്പ്രദായമൊക്കെ വന്നപ്പോൾ നമുക്ക് അതിനൊന്നും ഉള്ള ഒരു അവസരം ഇല്ലാതായിട്ടുണ്ട്. ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും നമുക്കൊരു നന്ദി. നമ്മുടെ ജീവിതം എൻലൈറ്റൻ ചെയ്ത, നമ്മുടെ ജീവിതം ഉയരങ്ങളിൽ എത്തിക്കുന്ന എല്ലാത്തോടും നമ്മളൊന്ന് നന്ദി പറയുക. അതിലൂടെ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നതാണ്. നമ്മൾ ജപ്പാൻകാർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു പിന്നെ ബുക്കിൽ പറയുന്ന, നമ്മുടെ ആ ഇക്കിഗൈ എന്ന ബുക്കിൽ പറയുന്ന ഒരു 10 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ 10ാമത്തേത് ഫോളോ യുവർ പാഷൻ. ഫോളോ യുവർ പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോബി എന്താണ്? നമുക്ക് പലതരം ഹോബിയാണ്. ഫോട്ടോഗ്രാഫി ആവാം, ഡാൻസ് ആകാം, പാട്ടാകാം, എന്തുമാകാം. ഇതിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മുടെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഇതിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം, അല്ല ഹോബി മാറ്റി വെക്കരുത്. നമ്മൾ അതൊക്കെ വളരെ കാര്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും. അങ്ങനെ നമ്മൾ ലൈഫ് ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. ജപ്പാൻകാർ അവരുടെ ശ്രദ്ധയ്ക്കും ഫോക്കസിനും വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. കോൺസെൻട്രേഷൻ വളരെയധികം അവർ അത്യാവശ്യമാണ്. അവർ എന്ത് ജോലി ചെയ്താലും നല്ല ഫോക്കസോടുകൂടി ചെയ്യുക, എന്നാൽ മാത്രമേ ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നതാണ് അവരുടെ പോളിസി. അതിനായിട്ട് അവർ ഫോക്കസ് കൂട്ടാനായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോക്കസ് കൂട്ടേണ്ടതായ കാര്യത്തിൽ അവർ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ആ ഫോക്കസ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ജപ്പാൻകാർ ശ്രദ്ധയ്ക്കും ഫോക്കസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിലൊരു 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ ഹാർഡ് വർക്കിംഗ് പറഞ്ഞു. രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുന്ന ജോലി ശ്രദ്ധയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മൾ ആസ്വദിക്കുന്നവയാകണം. ആസ്വദിക്കുന്ന ജോലിയാണെങ്കിൽ നമുക്കതിൽ ശ്രദ്ധയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായി പറ്റും. നമ്മൾ ശ്രദ്ധയോടെ ചെയ്യും. കാരണം നമ്മൾ ആസ്വദിക്കുന്ന ജോലിയാണ്, നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ജോലിയായിരിക്കണം. അങ്ങനെയുള്ള ജോലിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധയ്ക്കാനും ഫോക്കസോടുകൂടി ജോലി ചെയ്യാനും നമുക്ക് പറ്റും. നമ്മൾ വളരെ വാല്യൂ കൊടുക്കും ആ ജോലിക്ക്. മൂന്നാമത്തേത് ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. ഏത് കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു ഡെഡ് ലൈൻ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതെല്ലാം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നാലാമത്തേത് ചൂസ് ഓൺലി വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഡേഞ്ചർ ഓഫ് ടു മെനി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൾട്ടി ടാസ്കിങ് എനിക്ക് കഴിവുണ്ട് എന്ന് പറയുന്നതായിട്ട് കേൾക്കാം. പക്ഷേ അത് നമ്മുടെ ഒരു 60% നമ്മുടെ എഫിഷ്യൻസി കാണിക്കാൻ പറ്റൂ ഈ മൾട്ടി ടാസ്കിങ്ങിലൂടെ. അതുകൊണ്ട് നമ്മൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ഫോക്കസ്ഡ് ആയിട്ടും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒന്നിൽ തന്നെ ഒരു കാര്യത്തിൽ
മാത്രം ഫോക്കസ് ചെയ്യുക എന്നതാണ്. ഒരു ഹാപ്പി, ഹെൽത്തി, ഫുൾഫില്ലിംഗ് ലൈഫിന് ഇക്കിഗൈ അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ, ഇക്കിഗൈ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും അവരുടെ ജീവിതവും ജീവിതത്തിൽ ആ സന്തോഷവും സമാധാനവും സംതൃപ്തമായ ജീവിതവും നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഇക്കിഗൈ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.